ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരില. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഇന്ന് ജനുവരി 1, 2026 ന്യൂ ഇയർ ആണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, എനിക്ക് പ്രത്യേകിച്ച് സെലിബ്രേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല ന്യൂ ഇയറിന്. ഫാമിലിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ജനുവരി 1 12 മണി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഞങ്ങൾ ജനുവരി 1 വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയായിട്ട് ആഘോഷിക്കാൻ വിചാരിച്ച്. ആഘോഷം പറഞ്ഞാൽ ഭയങ്കര ആഘോഷമൊന്നുമില്ല, ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് ഞങ്ങളെ പ്ലാൻ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹെവി ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചധികം സമയമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് സ്ക്രോൾ ചെയ്ത് ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ആന്ധ്ര ചിക്കൻ ഫ്രൈയും പുഷ്ക റൈസും. അപ്പോൾ അതാണ് എൻ്റെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ ഞാനാണ് കുക്ക് ചെയ്യാൻ പോണത്. എന്താവും നോക്കാം. ഞാൻ ഫസ്റ്റായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതുവരെ കുക്ക് ചെയ്തതിൽ ഭയങ്കര അബദ്ധത്തിലേക്ക് എത്തിയില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഒരു പുതിയതായിട്ടുള്ളൊരു ഡിഷ് ട്രൈ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാദ്യം ചെയ്യാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ട് തന്നെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അതായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ആവശ്യത്തിന് മുളക് പൊടി. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് കീപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആന്ധ്ര ചിക്കൻ ഫ്രൈൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടൊരു മസാല ഉണ്ടാക്കാനുണ്ട്. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. കുരുമുളക്, ഏലക്കായ, പട്ട, പെരിഞ്ജീരകം, നല്ല ജീരകം, മല്ലി, മുളക്. ഇത് കാശ്മീരി മുളകാണ്. ഇവിടെ കാശ്മീരി ചില്ലി എടുക്കാൻ കാരണം ഇവിടെ എരിവ് അത്ര ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ മുളക് യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളെ എരിവിന് പാകത്തിനനുസരിച്ച്. അപ്പം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യാം. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ചൂടാറിയ ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം 3 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഞങ്ങളിവിടെ എരിവിനനുസരിച്ച് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇത് വാട്ടണം. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സ്പൈസസും അതേപോലെ മുളകൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് ഗ്രൗണ്ട് മസാല. ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഏകദേശം മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിലത്തെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് നല്ല ഫ്രൈ ആയിട്ട് വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഇനിയുള്ള ചേരുവ ചേർക്കാം. ആന്ധ്ര ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുഷ്ക റൈസും തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏല ഒക്കെ. നമുക്ക് ഉള്ളി, പച്ചമുളക്. ഞാൻ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല വാടി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടിയെടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. മതി. ഉള്ളി ഏകദേശം ഈ പാകത്തിൽ വാടി വന്നാൽ നമുക്ക് ഇതൊരു ഓപ്ഷണലാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കാഷ്യൂ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് 2 ടൊമാറ്റോ ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തു. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ആവണ വരെ ഒന്ന് കുക്കായിക്കോട്ടെ. നമ്മളെ ബാക്കി ഗ്രൗണ്ട് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്കായി കിട്ടിയാൽ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡിയാവും. അരി ആദ്യം കുതിർത്ത് വെച്ചിരുന്നത് 500 ഗ്രാം അരിയാണ് ഈ എടുത്തിട്ടുള്ളത്. ഇത് ബസുമതി സെല്ല പറഞ്ഞ അരിയാണ്. ഇത് 2 ഗ്ലാസ് അരിയാണ്. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണുള്ളത്. അപ്പം ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. മതി. ആവുന്ന വരെ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ആന്ധ്ര ചിക്കൻ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടോപ്പിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക, അതേപോലെ കൊറിയാണ്ടർ ലീഫും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ആന്ധ്ര ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ലുക്ക് കണ്ടോളൂ. പാവം മണിമുത്തിനെ കണ്ട പൊന്നും കെട്ട. അപ്പം ഞങ്ങളെല്ലാവരും അടിപൊളി ഫുഡ് കഴിക്കുമ്പോൾ മൂപ്പർക്ക് സങ്കടം. അപ്പം ഞാൻ വിചാരിച്ചൊരു മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കും. ആ ഫേസ് കാണാൻ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കണേ. അമ്പുവിന് മുട്ട വേണ, മുട്ട വേണ, മുട്ട ആവുന്നുണ്ട് കേട്ടാ, ഇപ്പം തരാട്ടാ. ഹാപ്പിയാണ? മുട്ട വേണ, മുട്ട വേണ, അമ്പുവിന് മുട്ട വേണ. അപ്പോൾ അവനിതാ മുട്ട അങ്ങനെ വെറുതെ ഒന്നാക്കി കൊടുക്കണ്ട്. മുട്ട ഓൾറെഡി ഫേവറേറ്റ് ആണിതാ. കാട്ടിക്കാണ് എൻ്റെ കുട്ടി. ഇപ്പം തരൂട്ടാ, ആവട്ടെ. അമ്പുവിൻ്റെ ഫുഡ് കാണിച്ചു തരാം. ഊനതാ മുട്ടയും പെഡിഗ്രി. പെഡിഗ്രി ഒറ്റയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഇട്ടെടുക്കുമ്പോൾ കഴിച്ചു. മുട്ടയാണ് ഞങ്ങളെ അമ്പൂന് കാത്തിരിക്കണണ്ട. മുട്ടയാണ് അമ്പൂൻ്റെ ഫേവറേറ്റ്. അതിൻ്റെ കൂടെ കുറച്ച് മുട്ടയും കൂടി ആയാൽ കുശാൽ അല്ലേ? അല്ലേ അമ്പു? റെഡി? കഴിക്കാം. അമ്പൂന് ഫുഡ് കൊടുക്കാം. കം കം, നീ സിറ്റ് സിറ്റ് സിറ്റ്. അമ്പു സിറ്റ് ചെയ്യണ്ടേ? കഴിക്കാം. ഓക്കെ, എന്നാൽ കഴിച്ചോ. കുഷ്ക റൈസ് നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ കുഷ്ക റൈസ് റെഡി. എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അല്ല ഇപ്പത്തെ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. ഞങ്ങളിനി ഫാമിലി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, പറ്റുമെങ്കിൽ കമൻറ്റും ചെയ്യണേ.